കാര്യത്തിനാണെങ്കിലും ഇറ്റ് ഈസ് ആക്ച്വലി ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റുഡൻറ്റ് ആൻഡ് ദെയർ മോട്ടിവേഷൻ ആൻഡ് ദെയർ നെസസിറ്റി. ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ്സ് എ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമുക്ക് ഈ സെഷൻ എന്ന വൈൻഡപ്പ് ചെയ്യാം. ഇറ്റ് വാസ് വെരി നൈസ് ടു ടോക്ക് ടു യു. ഞാൻ വൺസ് അഗെയിൻ നമ്മുടെ സ്റ്റുഡൻസിനോടും പേരൻസിനോടൊപ്പം ടെസ്റ്റ് മുഖേന അതല്ലെങ്കിൽ രോഹിത്തിനെ കോൺടാക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിനോടും പേരൻസിനോടും പറയാനുള്ള ഏറ്റവും വലിയൊരു അഡ്വൈസ് എന്ന് പറയുന്നത് ലിത്വേനിയ ഈസ് എ ലാൻഡ് ഓഫ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ നമ്മൾക്ക് ഏൺ വൈൽ യു സ്റ്റഡി എന്നുള്ളൊരു സംഭവമുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ നമ്മളുടെ കരിയറിനും പ്രൊഫഷൻ ഗ്രോത്തിനും വേണം ഫോക്കസ് കൊടുക്കാനായിട്ട്. ഈ ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷനിലൊന്നും പോയി പെട്ടുപോകരുത്. അതുകൊണ്ടാണ് ഞാനും യൂണിവേഴ്സിറ്റി ഓഫീഷ്യൽസും കൂടെ ഇരുന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അങ്ങനത്തെ ഒരു കേസേ ഒരിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. കാര്യം അത് കിട്ടണമെങ്കിൽ ഇവരവിടെ പോകണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യം ഏതാണ്, എവിടെയാണ്, അവരുടെ കറൻസി എന്താണ്, അവിടുത്തെ സിസ്റ്റം എന്താണ്, അവിടുത്തെ പഠിത്തത്തിൻ്റെ രീതികൾ എന്താണ്, ഇതുപോലും ആർക്കും അറിയില്ലാതെ വെറുതെ ഈ മാർക്കറ്റിങ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇട്ട് നടന്നിട്ട് അതിൻ്റെ പുറകെ പോയി പെട്ടു പോകരുത്. എനിക്കതാണ് സ്റ്റുഡൻസിനോട് പറയാനുള്ളത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക, നമ്മുടെ ഇൻ്റർവ്യൂസ് കാണുക. എല്ലാ യൂണിവേഴ്സിറ്റിക്കാരുടെയും ഒഫീഷ്യൽ കൺസൾട്ടൻ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ട എല്ലാ ഗൈഡൻസും നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലൊക്കെ എൻ്റെ പേരോ കാര്യങ്ങളും അവിടുത്തെ എല്ലാ മീഡിയാസിലും നമ്മുടെ ഇൻ്റർവ്യൂസും ഒക്കെയും കിടപ്പുണ്ട്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. 2 ഇൻടേക്കാണ് മെയിൻലി ഉള്ളത്. ഒന്ന് ഫെബ്രുവരി 1 ക്ലാസ് തുടങ്ങും, രണ്ടാമത്തേത് സെപ്റ്റംബർ 1 ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഫെബ്രുവരി 1 ക്ലാസ് തുടങ്ങാൻ 2027 അഡ്മിഷനും ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 കഴിഞ്ഞ കുട്ടികൾ ബാച്ചിലേഴ്സ് പഠിക്കാനാണ് എങ്കിൽ നിങ്ങൾക്കൊരു 60-65% മാർക്ക് മിനിമം വേണം. അതുകൂടാതെ നല്ല മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം, ജെന്യുവൻ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കണം. ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് പഠിക്കാനാണ് എങ്കിൽ എന്ത് ചെയ്യണം? 4 വർഷത്തെ ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇൻ കേസ് അത് 3 വർഷത്തേതേ ഉള്ളൂ, പക്ഷേ നിങ്ങൾക്ക് ഒരു വർഷത്തെയോ അല്ലെ 2 വർഷത്തെയോ മാസ്റ്റേഴ്സ് കൂടെ ഇവിടെ ചെയ്തു എന്ന് വിചാരിക്കുക. കാര്യം അങ്ങനെയുള്ള കുട്ടികളുണ്ട്. ഇപ്പോൾ എന്നെ പോലെയൊക്കെ ഉണ്ടായിരുന്നവർ, ഞാനിവിടെ പഠിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ യൂണിവേഴ്സിറ്റിക്കാർ എന്ത് ചെയ്യും? അത് ഈ പറയുന്ന പോലെ 5 ഇയേഴ്സ് എന്നുള്ളത് അവരുടെ ബാച്ചിലേഴ്സിൻ്റെ 4 വർഷത്തേതുപോലെ ഒന്ന് തുല്യമായിട്ട് പരിഗണിക്കും. പക്ഷേ ഓരോ കേസും വ്യത്യാസമാണ്, ഓരോ സ്റ്റുഡൻറ്റ് കേസും വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ഏജൻസിക്കാർ പറയുന്ന നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കരുത്. അത് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മാത്രമേ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ 2026 ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത പിള്ളേരുണ്ട്, അറിയത്തില്ല. ഫെബ്രുവരി 2027 ഓപ്പൺ ആണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ 2026 ഇനി അഡ്മിഷന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ വറീഡ് ആവണ്ട. താഴെ തന്നിരിക്കുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫോൺ നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ ഗൈഡൻസും നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ 2027 അഡ്മിഷനും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ മാനേജ്മെൻറ്റ് പ്രോഗ്രാംസൊക്കെ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വിൽനിയസ്, കൗനാസ്, ക്ലൈപ്പേദ് ഇതൊക്കെയാണ് മെയിൻ സിറ്റീസ്. വിൽനിയസ് ക്യാപിറ്റൽ സിറ്റി നമ്മളൊരു തലസ്ഥാന നഗരി. ഡൽഹിയിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ആണോ നമുക്ക് ഈ പറയുന്നത് പോലെ പാലായിലോ അല്ലെങ്കിൽ കോട്ടയത്തോ എറണാകുളത്തോ കിട്ടുന്ന അല്ല. അപ്പോൾ ആ ഒരു വലിയ വ്യത്യാസമുണ്ട്. യൂറോപ്യൻ യൂണിയൻ കൺട്രിയാണ്, ഷെങ്കൺ കൺട്രിയാണ്. 2 വർഷത്തെ TRP ഇനീഷ്യലി കിട്ടും, 1 വർഷത്തെ സ്റ്റേ ബാക്ക് നിങ്ങൾക്കുണ്ട്. PR ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രിയാണ്. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രോഗ്രാം റൈറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ജെന്യുവനായിട്ട് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുക, എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു. ഐ വിഷ് യു ഓൾ ദ സക്സസ്. നല്ല സ്റ്റുഡൻസ്, നല്ല കുട്ടികൾ നല്ല രീതിയിൽ നമുക്ക് ഗൈഡ് ചെയ്യാം. താങ്ക് യു.